ബാങ്ക് അക്കൗണ്ട് കാലിയാണ് ഇപ്പൊ. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഞാൻ ഹെൽപ്ലെസ് സിറ്റുവേഷനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് എത്ര നാൾ പോകുമെന്ന് ചോദിച്ചാൽ ഞാൻ ആഗ്രഹിച്ച് തുടങ്ങിയതല്ല ഇത്. ഇതിലെ സൈനിങ് അതോറിറ്റി ഞങ്ങൾ രണ്ടുപേരുമാണ്, അതായത് ഞാനും എൻ്റെ ഹസ്ബൻഡും. അപ്പൊ അദ്ദേഹം സൈൻ ചെയ്യാതെ ഒരു ചെക്ക് പോലും മൂവ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഒരാൾ വേർത്തുണ്ടാക്കിയ അധ്വാനത്തിൽ നിന്ന് ഒരു 10 രൂപ എൻ്റെ കയ്യിൽ തന്നിട്ട് അത് അർഹതപ്പെട്ടവന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് 1 രൂപ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ല. ഒടുക്കത്തെ ഒരു പോസിറ്റിവിറ്റി ആണല്ലോ. അത് ആരാണെങ്കിലും സമ്മതിക്കില്ല. ആ സമ്മതിക്കായിക കൊണ്ട് ഞാൻ കുറച്ച് വേദനകൾ ഈ ദിവസങ്ങളിൽ അനുഭവിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടും കാണും. ആരാണെങ്കിലും സമ്മതിക്കില്ല. പക്ഷെ ഈ മാസം എനിക്ക് മാനേജ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ല. ഞാനും കുറച്ച് കഷ്ടത്തിലേക്കാണ് പോകുന്നത്. പ്രോഗ്രാംസ് ഒന്നും ഇപ്പൊ ഇല്ല. ഇതിനകത്ത് ബന്ധുക്കളോ സ്വന്തക്കാരോ അങ്ങനെ ഒന്നും ആരുമില്ല. ഇതിനകത്ത് ഞാനുണ്ട്, പിന്നെ ദേവസി ആന്റണി മാഷുണ്ട്, അവരുടെ ഭാര്യയുണ്ട്, പിന്നെ സാംസണുണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് പേരുകളാണ്. ഇതിൽ വേറെ ആർക്കൊന്നും ചെയ്യാൻ പറ്റാതെ സുതാര്യമായി നമ്മൾ ചെയ്യുന്ന ഓഫീസ് ഇപ്പോഴും അവിടെ തന്നെയാ. പക്ഷെ ആ ഓഫീസ് പേരിന്റെ പേരിൽ ഓഫീസ് പ്രവർത്തിക്കുന്നു, തുറന്നു വിൽക്കുന്നു എന്നല്ലാണ്ട് വേറെ ഒരു പ്രവർത്തനം അവിടെ നടക്കുന്നില്ല. ഈ ഒരു പ്രസ്ഥാനം ഞാൻ ആഗ്രഹിച്ചു തുടങ്ങിയതല്ല. കോവിഡ് കാലത്ത് എനിക്ക് വേണ്ടപ്പെട്ട കുറച്ചു പേരും മരിച്ചുപോയി. കാരണം കിഡ്നി, ഹാർട്ട്, ലിവർ രോഗികള് കാശില്ലാത്തതുകൊണ്ട് മരുന്ന് വാങ്ങി കഴിച്ചില്ല. കോവിഡ് വന്നപ്പോൾ പെട്ടെന്ന് മരിച്ചു. അദ്ദേഹം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ, അത് പല ബാങ്കിലും KYC പുതുക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ അക്കൗണ്ട് മരവിച്ച നിലയിലുമാണ്. അപ്പൊ നമുക്കൊന്ന് വിഡ്രോ ചെയ്യാനും പറ്റത്തില്ല. ഒരാളൊരു 38,000 രൂപ അയച്ചു. എനിക്കതുകൊണ്ട് കുറച്ച് മരുന്ന് മേടിച്ചു കൊടുക്കാൻ പറ്റി. ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ വേറെ ഒരാൾ എനിക്കൊരു ഇച്ചിരി കാശ് അയച്ചു തന്നു. കുറച്ചൊക്കെ ഇങ്ങോട്ട് മാറ്റണം കേട്ടോ. ഒരു പക്ഷേ അടുത്ത ആഴ്ചത്തേക്ക് മരുന്നിനുള്ള ലിസ്റ്റ് ഇപ്പൊ അപ്പുറത്തെ റൂമിൽ ഇരുന്നിട്ട് അക്കൗണ്ടന്റ് എനിക്ക് കാണിച്ചു തരാണ് കുറേ പേരുടെ ലിസ്റ്റ്. എടുത്തപ്പോൾ എല്ലാവരും അർഹരാണ്. പക്ഷെ എൻ്റെ കയ്യിൽ കാശുണ്ടായിരുന്നു. ഫിലോകാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിലെ പല സുപ്രധാന രേഖകളും അവിടുന്ന് മിസ്സായിട്ടുണ്ട്. അതിന്റെ കാരണം ട്രസ്റ്റിലെ അക്കൗണ്ടന്റ് ആയിരുന്ന ഒരു സ്റ്റാഫും വേറെ 1-2 സ്റ്റാഫും കൂടി ചേർന്ന് പല രേഖകളും ഇവിടെ നിന്ന് മാറ്റുകയും മാത്രമല്ല അക്കൗണ്ട് സെക്ഷന്റെ ചാവി പൂട്ടി അവർ കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ അക്കൗണ്ട് സെക്ഷനും ക്ലോസ്ഡ് ആയിട്ട് കിടക്കാം. ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും, ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും തന്നെ നമുക്ക് ചെയ്യാം. പക്ഷെ ഇത് ഗവൺമെന്റ് അല്ല. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പൊ പൊതുജനം നമ്മളെ ഏൽപ്പിക്കുന്ന ഓരോ രൂപക്കും ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിൽ ഇതിന് കണക്കുണ്ടാകും. അത് ചെലവഴിച്ചതിന്റെ മൊത്തം ബില്ലും കാര്യങ്ങളും നമ്മൾ ഗവൺമെന്റിനെ ഏൽപ്പിക്കുകയും ചെയ്യണം. 1 രൂപയുടെ മിസ്സിങ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ലൈസൻസ് അവിടെ വെച്ചപ്പോൾ കട്ട് ചെയ്ത് കളയും. അപ്പൊ ഇതിന് കുറച്ച് സുതാര്യത കൂടുതൽ. ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, മേഡം എന്താ ഫിലോകാലിയിൽ ഇപ്പോ ആക്റ്റീവ് അല്ലേ, അല്ലെങ്കിൽ വർക്ക് ചെയ്യാത്തത് എന്താ, വീട് പണികൾ കംപ്ലീറ്റ് ചെയ്യാത്തത് എന്താ എന്നൊക്കെ ചോദിച്ചിട്ട് ഒത്തിരി പേര് എന്നെ വിളിക്കുന്നുണ്ട്. പക്ഷെ ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ ഹെൽപ്ലെസ് ആണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇത് 20 ഈ ട്രൈബൽസിന്റെ 20 വീടുകളുടെ ഫയലാണ്. നമ്മൾ ഓരോ ഫയലും ഓരോ വീടും നമ്മൾ ഓരോ ഫയലാക്കും. നമ്മൾ എത്ര രൂപ അടച്ചു, ഈ വീടിന്റെ ഓരോരോ ഘട്ടമായിട്ടുള്ള ഫോട്ടോസ് ഒക്കെ നമ്മൾ എടുത്ത് ഫയൽ ചെയ്യും. പൈസ പോകുന്ന ട്രാൻസാക്ഷൻസ് മറ്റുമൊക്കെ വളരെ കറക്റ്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മൾ അവരുടെ ഡീറ്റെയിൽ, എത്ര രൂപ പോയിട്ടുണ്ട് എന്നുള്ളതെല്ലാം നമ്മൾ ഫയലാക്കി വെക്കും. അപ്പൊ ഓരോ വീട് പണിത് കൊടുക്കുമ്പോഴും അവരവരുടെ പേരിൽ എല്ലാം ഒരു ഫയൽ ഉണ്ടാവും. നമ്മുടെ ഓഫീസിന്റെ റെന്റ് പോലും കൊടുത്തിട്ടില്ല, സ്റ്റാഫിന്റെ സാലറി കൊടുത്തിട്ടില്ല, കറണ്ട് ബില്ല് അടച്ചിട്ടില്ല. കഴിഞ്ഞ മാസത്തെ ഓഫീസിന്റെ റെന്റും സാലറിയും കറണ്ട് ബില്ലൊക്കെ എൻ്റെ ഉണ്ടായിരുന്ന കുറച്ച് ഗോൾഡ് ഒക്കെ പണയം വെച്ചിട്ടാണ് ഞാനത് മാനേജ് ചെയ്തത്. ഇഷ്യൂസ് ഒക്കെ കാരണം പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. പ്രോഗ്രാമൊക്കെ പലതും ക്യാൻസൽ ആക്കേണ്ടി വന്നു. അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണ് നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ വളരെ സ്റ്റക്കായി പോയി. എനിക്ക് ഈ മാസത്തെ വാടക കിട്ടണം, ഓഫീസിന്റെ വാടക കിട്ടണം, കറണ്ട് ബില്ല് അടയ്ക്കണം, ആംബുലൻസിന് പെട്രോൾ ഒഴിക്കണം, സ്റ്റാഫിന്റെ സാലറി കൊടുക്കണം. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ ചാരിറ്റബിൾ ട്രസ്റ്റിനെ നിങ്ങൾ ഓർക്കണം. ഞാൻ ഇപ്പോഴും കഴിഞ്ഞ 4 വർഷമായിട്ട് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഈ ട്രസ്റ്റിനെ ഓർക്കണം, ഈ ഫിലോകാലിയനെ ഓർക്കണം. നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഫണ്ട് നിങ്ങൾ ഇടാൻ നോക്കണം. ഇത് കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ഈ സംസാരിക്കുന്നത് ലോകത്തിൽ നിന്ന് ആരെങ്കിലും കേൾക്കുമ്പോൾ ദൈവം അവർക്കൊരു ഇൻസ്പിറേഷൻ കൊടുക്കാൻ വിചാരിക്കും. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതൊന്നും സാരമില്ല. പക്ഷേ ആ പ്രശ്നത്തെ അതിജീവിക്കാനുള്ള കരുത്ത് നമുക്ക് ദൈവത്തോട് ചേർന്ന് നിന്നാ കിട്ടും.